മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമാനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദേർ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവൻ്റെ അപ്പന് മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവനതിലൊരു കാലടി നിലം പോലും അവകാശമായി കൊടുത്തില്ല. അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകും എന്നവനോട് വാഗ്ദത്തം ചെയ്തു. അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ട ഈ സ്ഥലത്ത് വന്നെന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. സ്തെഫാനോസിന് എതിരായിട്ട് യഹൂദന്മാർ കണ്ടുപിടിച്ച കുറ്റം അല്ലെങ്കിൽ കള്ളസാക്ഷികൾ ആരോപിച്ചത് അവൻ മോശയ്ക്കും ദൈവത്തിനും ന്യായപ്രമാണത്തിനും വിശുദ്ധ സ്ഥലത്തിനും എതിരായിട്ട് സംസാരിക്കുന്നുവെന്നാണ്. കുറ്റാരോപകർ ഇങ്ങനെ സ്തെഫാനോസിനെതിരെ അപവാദങ്ങൾ പറയുകയാണ്. അവർ പറഞ്ഞു തീർന്ന ശേഷം മഹാപുരോഹിതൻ സ്തെഫാനോസിനോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞു കേട്ടതൊക്കെ ഉള്ളതാണോ? അപ്പോൾ സ്തെഫാനോസ് അവരെ വളരെ ബഹുമാനത്തോടെ സംബോധന ചെയ്തിട്ട് പറയുകയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം കനാൻ നാട്ടിൽ വരുന്നതിനൊക്കെ മുൻപ് വിഗ്രഹാരാധികളുടെ നാടായിരുന്ന മെസൊപ്പൊത്താമിയയിൽ വെച്ച് തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പോൾ ദൈവത്തിനേതോ വിശുദ്ധ സ്ഥലമുണ്ടെന്നും ആ വിശുദ്ധ നാട്ടിലെ ദേവാലയത്തിൽ മാത്രമേ ദൈവമുള്ളൂ എന്നും ഒക്കെയാണല്ലോ ഇവർ പറഞ്ഞത്. അല്ലെങ്കിൽ അതിനു വിരോധമായിട്ടാണ് സ്തെഫാനോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ മഹാപുരോഹിതന്മാർ ധരിപ്പിച്ചത്. ഇവിടെ സ്തെഫാനോസ് പറയുന്ന ഒന്നാമത്തെ പ്രതിവാദം, അബ്രഹാമിന് ദൈവം ദേവാലയത്തിൽ വെച്ചല്ലല്ലോ പ്രത്യക്ഷപ്പെട്ടത്. ആ അർത്ഥം വരുന്ന നിലയിലാണ് വിഗ്രഹാരാധികൾ തിങ്ങിപ്പാർക്കുന്ന മെസൊപ്പൊത്താമ്യരുടെ കൽദേയരുടെ ഊരിൽ അവിടെയാണ് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. അല്ലാതെ
സത്യാന്വേഷിയായ അബ്രഹാം ആ നാടും വീടും എല്ലാം വിട്ട് ഇസ്രയേൽ നാട്ടിൽ വന്നു കഴിഞ്ഞല്ലല്ലോ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. കൽദേരുടെ ഊരിൽ മെസൊപ്പൊത്താമ്യയിൽ വിഗ്രഹാരാധികളുടെ ആ മധ്യത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യമാണ്, നിഷേധിക്കാനൊക്കത്തില്ല. മഹാപുരോഹിതൻ ഒന്നും മറുപടി പറഞ്ഞില്ല, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. രണ്ടാമത്, ന്യായപ്രമാണത്തിനും മോശയ്ക്കും ഒക്കെ എതിരായിട്ട് സ്തെഫാനോസ് സംസാരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. സ്തെഫാനോസ് പറയുകയാണ്, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ യാക്കോബിൻ്റെ കാലത്ത് അവർ മിസ്രയീമിൽ അടിമകളായി പോകുമെന്നും 400 വർഷം കഴിഞ്ഞ് ദൈവം അവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരും എന്നും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണ്. അതായത് മിസ്രയീമിൽ ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടെ ദൈവം ചെന്നു അവരെ വിടുവിക്കാൻ. അവരെ കൊണ്ടുവന്ന മരുഭൂമിയിൽ 40 വർഷം ദൈവം അവിടെ അവരോട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഇസ്രായേൽ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നും അവിടുത്തെ ദേവാലയത്തിൽ മാത്രമേ ഉള്ളൂ എന്നും മോശയുടെ കാലത്തെ ദൈവം ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിനു മുമ്പില്ലെന്നും ഒക്കെ പറയുന്നത് ശരിയല്ല എന്ന് വ്യംഗ്യമായിട്ട് സ്തെഫാനോസ് പറയുകയാണ്. സ്തെഫാനോസ് പറയുകയാണ്, അബ്രഹാമിന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അബ്രഹാം പരിച്ഛേദനയേറ്റു, തൻ്റെ മകനെ 8-ാം നാളിൽ പരിച്ഛേദന കഴിപ്പിച്ചു. അപ്പം മോശ ജനിക്കുന്നതിന് മുമ്പേ, ന്യായപ്രമാണം ദൈവം എഴുതി നൽകുന്നതിന് മുമ്പ് തന്നെ സകല ഇസ്രായേല്യർക്കുമുള്ള പരിച്ഛേദന അബ്രഹാമിന് ദൈവം നൽകിയ കാര്യം സ്തെഫാനോസ് പറയുകയാണ്. വാസ്തവം പറഞ്ഞാൽ ദൈവവചനത്തിലൂടെ അവർ പറഞ്ഞ ആ കാര്യങ്ങളുടെ മോന സ്തെഫാനോസ് ഓടിക്കുകയാണ്. ദൈവം തത്സമയത്ത് വേണ്ട ജ്ഞാനം നൽകുകയാണ്. അവർക്കെതിര് പറയാൻ പറ്റാത്ത നിലയിൽ, അങ്ങനെയല്ല ബൈബിളിൽ ഉള്ളതെന്ന് പറയാൻ സാധിക്കാതെ വണ്ണം വളരെ കൃത്യമായിട്ട് സ്തെഫാനോസ് മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, നിങ്ങളെ സുവിശേഷ നിമിത്തം പിടിക്കാനും നിങ്ങളെ വിസ്തരിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്, ഭയപ്പെടേണ്ട. നിങ്ങളുടെ വിരോധികൾക്ക് എതിര് പറയാൻ പറ്റാത്ത ജ്ഞാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിങ്ങൾക്ക് നൽകും. അതാണല്ലോ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. അദൃശ്യനായ യേശു നമ്മോട് കൂടെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തു. താൻ ഇന്നുവരെ അത് പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നല്ല കർത്താവിനെ നമുക്ക് ധൈര്യത്തോടെ സ്നേഹിക്കാം, സേവിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുരിതമെഴുമീ ധരയിൽ